ഹലോ ഗായ്സ്, എല്ലാവർക്കും വെൽക്കം ടു അവർ ദളപതി പ്ലേസ് ചാനൽ. നമ്മുടെ മൈൻക്രാഫ്റ്റിൻ്റെ ദളപതി നഗരത്തിൻ്റെ 4th എപ്പിസോഡായിട്ട് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ മൈനിങ്ങിനൊക്കെ പോയി. ഓക്കെ, നമുക്ക് അത്യാവശ്യത്തിന് അയണും കോപ്പറൊക്കെ കിട്ടിയായിരുന്നു. ഈ എപ്പിസോഡിനകത്ത് നമ്മളൊരു വീട് പണിയാൻ പോവുകയാണ്. ഈ എപ്പിസോഡിനകത്ത് വീട് പണിയാൻ പോകുന്നതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് കുറച്ച് സർപ്രൈസും കൂടെ ഉണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മുടെ കഴിഞ്ഞ എപ്പിസോഡ് പോലെ അല്ല നമ്മൾ ഈ വീടിരുന്നത്. നമ്മൾ ഈ വീടും പുറകിലത്തെ വീടൊക്കെ കഴിഞ്ഞ എപ്പിസോഡ് എങ്ങനെ ഇരുന്നോ അങ്ങനെ ഇപ്പോൾ ഇരിക്കുന്നത്. ഇത് സർപ്രൈസിൻ്റെ ഭാഗമാണ്. ഇച്ചിരി മാറ്റങ്ങളൊക്കെ ഞാൻ വരുത്തിയിട്ടുണ്ട്. ഞാൻ നിങ്ങളൊക്കെ സർപ്രൈസ് കാണിക്കാം. നിങ്ങൾ ആദ്യമേ ഇത് കാണും സർപ്രൈസ് നിങ്ങളിവിടെ കാണുന്നുണ്ടാവും. ഇതാണ് നമ്മുടെ സർപ്രൈസ്. അതിനാണ് നമ്മൾ ഇത്രയും ദിവസം നമ്മൾ വീഡിയോ ഇട്ടിട്ട് ഒത്തിരി നാളെ മൈൻക്രാഫ്റ്റിൻ്റെ വീഡിയോ ഇട്ടിട്ട്. അതിൻ്റെ മെയിൻ കാരണം എന്താണ്ട് ഇതാണ് എൻ്റെ ഈ ഒരു സർപ്രൈസാണ്. ഇതുകൊണ്ടായിരുന്നു ഇത്രയൊരു ഡിലേ വന്നത്. ഇതാണ് ആ മെയിൻ സർപ്രൈസ്. ടൈം കണ്ടോ, നമ്മൾ ആകാശത്താണ് വീട് പണിയാൻ പോകുന്നത്. അതാണ് ഇപ്പോൾ ഈ പ്ലാറ്റ്ഫോമൊക്കെ ഞാൻ പണിത് വെച്ചേക്കുന്നത്. ഏകദേശം ഒരു 2.5 മാസമൊക്കെ എനിക്ക് പ്ലാറ്റ്ഫോം വേണം. വേറെ ഒന്നും കൊണ്ടല്ല, ഞാനൊരു കാസൽ ടൈപ്പ് വീടാണ് ഉദ്ദേശിക്കുന്നത്. പക്ഷേ വീട് പണിയാനുള്ള ഒരു സ്പേസ് ഇപ്പോൾ ഇവിടെ ഇല്ല. വീട് മാത്രമല്ല, വീടിൻ്റെ സറൗണ്ടിങ്സും അത്യാവശ്യം കുറച്ച് കാര്യങ്ങൾ അതുകൊണ്ട് ഇതാണ് നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം കിട്ടുന്നത്. കോപ്പർ ആണെന്ന് വെച്ചാൽ ഇതൊക്കെ ഉണ്ടാക്കി. പിന്നെ നമ്മുടെ ഐറ്റംസ്, പിന്നെ നമുക്കൊരു കുതിരയെ കിട്ടി. ഇതൊക്കെ സർപ്രൈസുകൾ. ഞാൻ ഈ സർപ്രൈസുകളുടെ ഇനി മറന്നുപോയി. ഇപ്പം നമ്മുടെ ഈ വീടാണെങ്കിലും വീടിൻ്റെ സറൗണ്ടിങ്സൊക്കെ ആണെങ്കിലും വീടൊക്കെ എങ്ങനെയും നമ്മൾ തട്ടിക്കൂട്ടി പണിയും. പക്ഷേ ഈ വീടിൻ്റെ പിന്നെ ഇതുമുണ്ട്, ഇതിനെ ഞാൻ മറന്നു കേട്ടോ. ഇത് നമ്മുടെ ഒരു സർപ്രൈസാണ്. പൂച്ചരൻ ടൈം ചെയ്തു. ഇനി ഞാൻ പറഞ്ഞു തന്ന സർപ്രൈസ് എന്താണെന്ന് വെച്ചാൽ, ഞാൻ പറഞ്ഞു നമുക്ക് വീട് പണിയാൻ അത്യാവശ്യം സ്ഥലമില്ലായിരുന്നു. വീട് അതിൻ്റെ ചുറ്റുവട്ടം വീടൊക്കെ എങ്ങനെ കഷ്ടിച്ചു വരും. പക്ഷേ ചുറ്റുവട്ടത്തുള്ള സ്ഥലം ഒന്നുമില്ല. അപ്പോൾ ബാക്കിയുള്ള ബിൽഡൊക്കെ നമുക്ക് പണിയാൻ പാടായിരിക്കും. അപ്പോൾ അതാണ് എനിക്ക് നല്ല പ്ലേസ് സ്ഥലം വേണ്ടുന്നത്. അപ്പോൾ അതിന് ഞാൻ ഇതൊക്കെ എടുത്തത്. അപ്പോൾ അതിന് ഞാൻ ഇങ്ങനത്തെ ഒരു പ്ലാറ്റ്ഫോം വേണ്ടി ബിൽഡപ്പ് ചെയ്തത്. നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എൻ്റെ ഈ ഒരു ക്രിയേറ്റിവിറ്റി ഇഷ്ടമായിരിക്കുക. ഇത് നമ്മുടെ വീട് പണിയാനുള്ള ഒരു ലേഔട്ടാണ്. ആക്ച്വലി ഞാൻ ഈ വീഡിയോ ട്യൂട്ടോറിയൽ കണ്ടിട്ടാണ് പണിയുന്നത്. ഞാൻ ആ ട്യൂട്ടോറിയലിൻ്റെ ലിങ്ക് വേണമെങ്കിൽ കൊടുക്കാം. ഇപ്പോൾ തൽക്കാലത്തേക്ക് ഞാൻ എത്രത്തോളം പണിയുന്നുണ്ടെന്ന് വെച്ചാൽ, ഞാൻ അത്യാവശ്യം റിസോഴ്സൊക്കെ കളക്ട് ചെയ്തിട്ടുണ്ട്. ആ റിസോഴ്സ് തീരുമ്പോൾ നമ്മൾ വീട് പണി ഇപ്പോൾ തൽക്കാലത്തേക്ക് ഇവിടെ നിർത്തി വെക്കും. എന്നിട്ട് ബാക്കിയൊക്കെ ഓഫ് ക്യാമറയിൽ സെറ്റാക്കിയതിന് ശേഷം ഞാൻ നിങ്ങളെ കാണിക്കാം. ഇപ്പം റെക്കോർഡിങ് എവിടെ വരെ ഉണ്ടെന്ന് വെച്ചാൽ, തൽക്കാലം ഞാൻ നമ്മുടെ ബ്ലോഗ്സ് അപ്പം തീരുന്ന അപ്പോൾ റെക്കോർഡിങ് അവസാനിച്ച് ബാക്കി ഓഫ് ക്യാമറ ചെയ്തിട്ട് പിന്നീട് ഞാൻ നിങ്ങളെ കാണിക്കാം. അപ്പോൾ ഇവിടെ എൻ്റെ ഹാൻഡ്രി ടൈം ഇത്രയും സാധനം മതിയെന്ന് ചോദിച്ചാൽ ഇത്രയും സാധനം പോരാ, ഇനി വേണം. ഞാൻ പിന്നെ എൻ്റെ മടികൊണ്ട് ഞാൻ ഇത്ര എടുത്തുള്ളൂ. നൈറ്റ് വന്നു. അവിടെ നിങ്ങൾ മാറ്റങ്ങളൊക്കെ കണ്ടോ. ആ പുഴ അരികിൽ തേച്ച് വെച്ചേക്കുന്നത് അത് ഞാൻ കാണിച്ചു തരുമല്ലോ. എനിക്ക് പ്ലാറ്റ്ഫോം ബിൽഡ് ചെയ്യാൻ ഒരുപാട് ചേർഞ്ചിലൊക്കെ ആവശ്യമുണ്ടെന്ന്. ഉറങ്ങുക. പിന്നെ ഇനിയിപ്പോൾ വീഡിയോയിലേക്ക് കിടക്കും. ഞാൻ ഇതിലായിട്ടും നിങ്ങൾ മറന്നെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ ഇതിലായിട്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല, സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഒക്കെ ലൈക്ക് ചെയ്യുക, ഇതിലൊക്കെ കമൻറ്റ് ചെയ്യുക, ഫ്രണ്ട്സിലൊക്കെ ഷെയർ ചെയ്യുക. അത് പണിയൊന്നുമില്ല. പിന്നെ അവിടെ കട്ടയില്ല. അവിടെ ഇപ്പോൾ സോംബി സ്പോണാണ്. പിന്നെ പാടാണ്. സോംബീനെ പേടിയത് ക്രീപ്പറിനെ പേടിയത്. പിന്നെ പണിയാൻ മേല. പിന്നെ എൻ്റെ മണ്ട നൈറ്റ് കിടുവാണേ. ഇവിടെ നിന്ന് ഇത് കാണാൻ ഭയങ്കര രസം, സൺസെറ്റ്. പക്ഷെ ഇപ്പോൾ കാണാൻ സമയമില്ല. ടണ്ടണി. ഓക്കെ. നമ്മൾ മെയിൻ സാധനങ്ങളൊക്കെ എടുത്ത് ഇറങ്ങുവാണ്. ഇങ്ങനെ സ്ട്രിപ്പ് എന്നൊക്കെ ചോദിച്ചാൽ ഇച്ചിരി ലൈറ്റ് കളർ ഇരിക്കാൻ ഈ ഒരു പ്ലെയിൻ ബയോമിൽ ഇത് ക്യാമഫ്ലാഷ് ആവുന്ന രീതിയിൽ, സെറ്റാവുന്ന രീതിയിലൊരു ഒരു ഡിസൈൻ. അതിപ്പോൾ മെയിൻ സാധാ ഓക്കൊന്നും വെച്ചാൽ ഇത് സെറ്റ് ആവില്ല. അത് ഈ സ്ട്രിപ്പ് ചെയ്തേക്കുന്നത്. ആക്സിൻ്റെ കയ്യിലില്ല. ആക്സ് വേണ്ട. മരം ഞാൻ കൈ കൊണ്ട് പൊളിച്ചാൽ കല്ല് കൈ കൊണ്ട് പൊളിക്കാൻ പറ്റത്തില്ല. നമ്മളിവിടെ ലേഔട്ടിൽ ഓരോ പില്ലർസ് ഇങ്ങനെ സ്റ്റാൻഡ് ചെയ്യുവാണ്. ഇവിടെ നിന്ന് തൽക്കാലത്തേക്ക് നമ്മൾ ഇവിടെ എന്തോ ഒരു കണക്കിനൊരു തെറ്റുമില്ല. ഇതിൻ്റെ ഈവൻ സിമെട്രിക്കല്ലേ വീട് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതാകുമ്പോൾ ഡബിൾ ഡോറൊക്കെ വെക്കാമല്ലോ.
ഇവിടെയും നമ്മളാദ്യം ഇതുകൊണ്ട് നമ്മൾ ലേ ഔട്ട് വെച്ച് നമ്മളെവിടെ ഫില്ലറക്കണം അതൊക്കെ നമ്മൾ ഫില്ലപ്പ് ചെയ്യുന്നു. ഫില്ലപ്പ് ചെയ്തിട്ട് നമ്മൾ ബ്ലോക്സ് തീരുന്നവരെ നമ്മൾ ബിൽഡപ്പ് ചെയ്യുന്നു. എന്നിട്ട് ബാക്കി കാര്യങ്ങൾ ഓഫ്ലൈനിൽ ചെയ്യുന്നു. എന്നിട്ട് ബാക്കി കാര്യങ്ങൾ എവിടെ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഓഫ്ലൈനിൽ ചെയ്തിട്ട് ബാക്കി കാര്യങ്ങൾ നിങ്ങളെ കാണിക്കുന്നു. അതല്ല ഉദ്ദേശിച്ചേ. ഓക്കേ, പശുവുമ്പ മാറ്, പശുവുമ്പ മാറും. അല്ല ഇല്ല, കുറേ നേരമായി ഇവിടെ വന്ന്. ഓക്കെ, ഇവിടെ 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 ഓക്കെ, ഇത് നമ്മുടെ പില്ലർ ലേ ഔട്ട്. നമുക്കിത് പില്ലറായിട്ട് സ്റ്റാൻഡ് ചെയ്യാം. അതെന്ന് വെച്ചാൽ പില്ലറായിട്ട് നമുക്ക് തന്നെ മാറ്റാം. പില്ലറായിട്ട് മാറ്റുന്നതിന് മുമ്പ് ഒരു ചെറിയ എനിക്ക് വാട്ടർ ബക്കറ്റ് ഇൻവെർട്ടർ ഉണ്ട്, നല്ല ഡൗട്ടുണ്ട്. കാരണം എമർജി ഒക്കെ ചെയ്യാൻ അതാ. മാത്രമല്ല ഇവിടെ എനിക്ക് എന്തോ ഒരു ഡൗട്ടും മാതിരി. ഞാൻ കാണിക്കാൻ വന്ന സാധനം ഇതുണ്ട്. ഇവിടെ ബാക്ക്ഗ്രൗണ്ടിൽ ഫുള്ളും ജംഗിൾ ഏതാണ്ട്. ഇവിടെ നിന്ന് ഗ്രാസിന് നല്ല വേരിയേഷൻ ഉണ്ട്. ഇതുണ്ട്, ബാക്ക്ഗ്രൗണ്ട് ഫുള്ളും ജംഗിൾ ബയോമാ. അതുകൊണ്ട് ഇവിടെ സ്പോൺ റേറ്റും കുറച്ച് കൂടുതലാണ്. ജംഗിൾ ബയോം ഏതാണ്ട്. പിന്നീട് ജംഗിൾ ടെമ്പിളൊക്കെ കാണാം. ഇതിൻ്റെ പ്രൈസ് നോക്ക്, കുറച്ച് അത്യാവശ്യം നമ്മൾ ബാക്ക്ഗ്രൗണ്ടിൽ ജംഗിൾ ടെമ്പിളൊക്കെ കാണും. ഇതൊരു സ്റ്റാൻഡപ്പ് ചെയ്യാം. അപ്പം ഇപ്പം അങ്ങോട്ട് പോകുന്നില്ല. നമ്മളിപ്പോൾ നമ്മുടെ വീഡിയോ പണിയിലാണിക്കാണ് കിടക്കുന്നത്. ഇവിടുന്ന് വെക്കാൻ പറ്റുന്നില്ല ആക്ച്വലി. ബ്ലോക്ക് ക്ലച്ച് ചെയ്യാൻ ഇതിൻ്റെ കൂട്ടത്തിൽ ഇതും വെക്കാം. ഇതും ഓക്കെ, കെട്ടിപ്പോക്കി പോവാം. ഓക്കെ, ഇതൊന്ന് ഇട്ടോണ്ട് വെക്കാൻ ഭയങ്കര പാടാ. അമ്മേ, ബ്ലോക്ക് ക്ലച്ച് സീനില്ലായിരുന്നു, പക്ഷെ ഡാമേജ് കിട്ടി. ഞാൻ എണ്ണുന്നുണ്ടെന്ന് വെച്ചാൽ ഞാനിപ്പോൾ എണ്ണുന്നില്ല. ഞാൻ ആക്ച്വലി ഞാൻ കോർഡിനേറ്റ്സ് നോട്ട് ചെയ്ത് വെക്കും. ഇത് 1 2 3 4 5 6 ഇത്രയൊക്കെ മതി. 6 നമ്മൾ 98 പിന്നെ 104 97. ഇവിടെ ഇതാണ് ആക്ച്വലി ഒരു ബോറിംഗ് ഭാഗം. ഞാൻ തൽക്കാലത്തേക്ക് ഇത് ഫാസ്റ്റ് ഫോർവേഡ് ചെയ്യാം. അപ്പോൾ നമ്മുടെ വീടിൻ്റെ സ്കെലട്ടൻ അല്ല എക്സ്റ്റീരിയർ ഒരു ബോർഡർ ഡിസൈൻ ഏകദേശം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ വാൾസ് ഒന്ന് ഫില്ല് ചെയ്യുകയാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ എനിക്ക് ലോക്ക് ബെസ്റ്റ് ഓപ്ഷൻ ആയിരിക്കും. നമുക്കിത് തന്നെ വുഡാക്കാം. ഇതാകുമ്പോൾ 4 സൈഡ് 6 സൈഡൊക്കെ കവറായിട്ട് ഇരിക്കുന്നുണ്ട്. കുഴപ്പമില്ല, നമുക്ക് ഇത് വെച്ചാൽ മതി. മറ്റേ ലോഗൊക്കെയാണ് അതിൻ്റെ വട്ടത്തി ഇരിക്കുന്നതൊക്കെ കാണാതെ ഭയങ്കര ബോറിംഗ് ഒക്കെ ആയിരിക്കും. നമുക്ക് ഫുൾ കവറുടെ എല്ലാവരും ഒരു എഫക്റ്റൊക്കെ തന്നെ നമുക്ക് കിട്ടും. ഇഷ്ടംപോലെ ഉണ്ടല്ലോ. ഒത്തിരി ഒരെണ്ണം മാത്രമേ ഉള്ളൂ. നമുക്ക് പ്ലാങ്ക് ആക്കാം, ഫ്ലോറിങ്ങിന് ഉപകാരപ്പെടും. നമുക്കിത് മെല്ലെ മെല്ലെ വെച്ച് ഇവിടെ 2 എണ്ണം അവിടെ 2 എണ്ണം. അങ്ങനെ എനിക്ക് മിഡിൽ ഏതാണ് കാരണം മിഡിൽ ഡോറ് വെക്കാൻ 3 4 5 6 7 8. നമുക്ക് ഇവിടുന്ന് ഡോറിൻ്റെ ബിൽഡപ്പ് തുടങ്ങാം. ഇവിടുന്ന് എന്താണ് നമ്മളിവിടെ വിൻഡോ പണിയും. എന്താ ഓക്കെ, ഇവിടുന്ന് ഇങ്ങനെ ഓക്കെ. ഇവിടെ അതുപോലെ അതിൻ്റെ റിപ്പീറ്റേഷൻ തന്നെ നമ്മൾ ആവർത്തിക്കണം. വന്നിട്ട് ചാടാൻ വേണ്ട. ഇവിടുന്ന് കവറപ്പ് ചെയ്യും. ഇവിടെ അതുപോലെയൊക്കെ തന്നെ. പിന്നെ ഇവിടെ 2 നമ്മൾ ഫില്ല് ചെയ്യണം.
നമ്മളിവിടെ 3 ഫില്ല് ചെയ്ത് ഡോർ വെച്ചിട്ട് അതിൻ്റെ മണ്ണൊരു ഡിസൈൻ പോലെ എന്തെങ്കിലുമൊക്കെ പണിയണം. ഇവിടെ അതുപോലെ ഇവിടെ കംപ്ലീറ്റ് ഫില്ല് ചെയ്യുക ഈ 2 കോണിലും. ഓക്കെ, ഈ മരം എനിക്ക് തോന്നുന്നു നമ്മൾ വീട് പണി കഴിഞ്ഞിട്ട് ഇങ്ങനെ 2-3 മരമൊക്കെ വീണ്ടും ഫ്രണ്ട് വെച്ചിട്ട് എസ്തറ്റിക് അല്ലെങ്കിൽ ഒരു നാച്ചുറൽ ലുക്കൊക്കെ കിട്ടുമായിരിക്കും. അത് ഏൻഷ്യൻറ്റ് ഒരു മെഡീവൽ ലുക്ക്. നമ്മുടെ മൈൻക്രാഫ്റ്റിൻ്റെ ആനിമേറ്റഡ് വീഡിയോസ് കണ്ടിട്ടുണ്ട്. മെയിൻ ക്യാരക്ടർ സംതിങ് വീണ്ടും ഫുള്ള് മരമൊക്കെ വെച്ചിട്ട് ആനിമേറ്റഡ് ലുക്ക്. ഷെയ്ഡർ എനിക്ക് ഷെയ്ഡർ പാക്ക് എൻ്റെ വൈബ്രൻറ്റ് വിഷ്വൽസ് എനിക്ക് എനേബിൾ ചെയ്യാൻ പറ്റുന്നില്ല. എൻ്റെ ഡിവൈസിൽ അത് താങ്ങില്ല. അല്ലെങ്കിൽ ഞാൻ അതും കൂടെ വെച്ച് ചെയ്തെങ്കിൽ സ്കിഡ് തന്നെ. അതിരുന്ന് കുഴപ്പമില്ല, നമ്മുടെ ഇഷ്ടം പോലെ ഉണ്ട്. അതിൻ്റെ ഞാനത് ലോഗ് എടുക്കാത്തത് നന്നായി. കാരണം ലോഗ് എടുത്തപ്പോൾ കണ്ടു ഇപ്പോൾ ആ വട്ടതിൻ്റെ അപ്പുറത്തെ ഡിസൈൻസൊക്കെ കണ്ടു. ഇപ്പോൾ വുഡ് ആകുമ്പോഴത്തേനും സീനില്ല. ഇവിടെ ഇതുപോലൊക്കെ തന്നെ ഫില്ല് ചെയ്യണം. ഇച്ചിരി പാടാ. അവിടെ ഇതുപോലെ ഫില്ല് ചെയ്ത് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ വീടിൻ്റെ ഡിസൈൻസോ ഇതിൻ്റെ ഐഡിയാസൊക്കെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ലേഔട്ടും കാര്യങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇൻസ്റ്റാഗ്രാമിൻ്റെ ID ഞാൻ താഴെ പിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും കൊടുത്തിട്ടുണ്ട്. അത് ക്ലിക്ക് ചെയ്ത് വരിക. അല്ലെങ്കിൽ അതാണ് നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ ചെന്നിട്ട് ദളപതി പ്ലേസ് ദളപതി എന്ന് എഴുതുക. _പ്ലേസിന് 2 എടുക്കുക. അതിൽ ഒരു റെഡ് ബാക്ക്ഗ്രൗണ്ട് ഒരു ലയൻ്റെ ഇമേജൊക്കെ വരും. അതൊക്കെ എന്ത് ചെയ്യുക, നിങ്ങൾ ആ ഒരു ഇമേജ് വരുന്നത് നിങ്ങൾ ഫോളോ ചെയ്തിട്ട് അവിടെ വന്നാണെങ്കിലും കമൻറ്റ് ചെയ്യുക. അത് പബ്ലിക് അക്കൗണ്ട്. അവിടെ വന്നാണെങ്കിലും നിങ്ങൾ ഇമേജ് ഞാൻ ഈ ഒരു ലേഔട്ട് പിക്ക് ഞാൻ നിങ്ങൾക്ക് അയച്ചു തരാം. അല്ലെങ്കിൽ നിങ്ങൾ അതുമല്ല ഈസി ആയിട്ട് ഇതൊന്നും ചെയ്യേണ്ട, നിങ്ങൾ ഈസി ആയിട്ട് എന്ത് ചെയ്താൽ മതി, നിങ്ങളല്ലാതെ തന്നെ ആ അക്കൗണ്ടില്ല നിങ്ങളതൊന്ന് ഫോളോ ചെയ്യുക. ആ ഇൻസ്റ്റാ ID ഫോളോ ചെയ്തിട്ട് ട്യൂട്ടോറിയൽ നിന്ന് കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഈ വീടിൻ്റെ ഇപ്പോൾ ഞാൻ യൂട്യൂബ് ട്യൂട്ടോറിയൽ നോക്കിയാൽ പണിയുന്നത്. ഞാൻ ആ ട്യൂട്ടോറിയൽ വീഡിയോ നിങ്ങൾക്ക് ഞാൻ അയച്ചു തരാം. ഓക്കെ, സംസാരിച്ച് ഇവിടെ വേണ്ട കംപ്ലീറ്റ് ചെയ്തോ. ഞാൻ ലേഔട്ടൊക്കെ നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ വന്ന് കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ ഞാനത് നിങ്ങൾക്ക് ആ വീഡിയോയുടെ ഞാൻ താഴെ വീഡിയോയുടെ ലിങ്ക് ഞാൻ താഴെ നിങ്ങൾക്ക് റിപ്ലൈ ചെയ്താൽ ഇൻസ്റ്റയിൽ വരുവാണെങ്കിൽ ഞാൻ ലേഔട്ടും പിന്നെ ഞാൻ ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ നിങ്ങൾക്ക് അയച്ചു തരാം. അല്ലെങ്കിൽ ഞാൻ തന്നെ ക്രിയേറ്റീവ് എന്ന് വെച്ചാൽ എനിക്കിൻ്റെ ഒരു ക്രിയേറ്റീവ് കോപ്പി ഉണ്ട്. ഞാൻ തന്നെ എൻ്റെ ഒരു ട്യൂട്ടോറിയൽ വീഡിയോ ഞാനിത് നിങ്ങൾക്ക് ഇട്ട് തരാം. നമ്മുടെ വീഡിയോ നിങ്ങൾ പറഞ്ഞാൽ മതി. ഈ വീടിൻ്റെ ട്യൂട്ടോറിയൽ വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ മതി, ഞാൻ ഇട്ട് തരാം. ഇപ്പോൾ നമ്മുടെ വീടിൻ്റെ പണി ഇപ്പോൾ നമ്മുടെ കയ്യിലുള്ള ബ്ലോക്സ് വെച്ച് നമ്മൾ അത്യാവശ്യം തീർത്തിട്ടുണ്ട്. ഇപ്പോൾ പകുതി പണി തീർന്നിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് വീട് ഇഷ്ടപ്പെട്ട നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ചെയ്യും. നമുക്ക് വീട് ഇപ്പോൾ നമുക്ക് ഫില്ലപ്പ് ചെയ്യണം. നിങ്ങൾ ഈ വീടിൻ്റെ ഒരു കമൻറ്റ് കാര്യങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി. വീട് ഇപ്പോൾ ഇതുവരെ എങ്ങനെയാണ് ഇത്ര പണിയായിട്ട് വീട് ഇപ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം ഇഷ്ടപ്പെട്ടെന്ന് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ ഇതിൻ്റെ ലേഔട്ട് ഞാൻ മുമ്പ് പറഞ്ഞു, ഇതിൻ്റെ ലേഔട്ടും കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക, ഞാൻ ആ വീഡിയോ അയച്ചു തരാം. ഇപ്പോൾ ഞാൻ ആ വീഡിയോയിൽ പണിതുപോലെ എക്സാക്റ്റ് ഒന്നുമില്ല, ഞാൻ ഇച്ചിരി ആ ചേഞ്ചസൊക്കെ വരുത്തിയിട്ടൊക്കെ ഉണ്ട്. ഞാൻ പിന്നീടൊക്കെ പറഞ്ഞു തരാം. ഞാൻ ആ വീഡിയോസ് ചേഞ്ചും കാര്യങ്ങളൊക്കെ ഞാനിപ്പം ഇങ്ങനെ ഇത്ര അത്യാവശ്യം ഞാൻ വരുത്തി ഒക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ കംപ്ലീറ്റ് എക്സാക്റ്റ് ഇല്ല. അപ്പോൾ നിങ്ങൾക്ക് ആ വീഡിയോ ശരിക്കുള്ള വീഡിയോയിൽ എങ്ങനെയാണ് പണി അത് വേണമെങ്കിൽ ഞാൻ വീഡിയോ ട്യൂട്ടോറിയൽ അയച്ചു തരാം. അപ്പോൾ ഇതുപോലെ എൻ്റെ ഈ വീഡിയോ ഞാൻ എങ്ങനെയാണ് പണിതേക്കുന്നത് അത് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി. ഞാൻ സെപ്പറേറ്റ് ഈ വീടിൻ്റെ ഒരു ട്യൂട്ടോറിയൽ വീഡിയോ ആയിട്ട് ഞാൻ മാറ്റുന്നതായിരിക്കും. അപ്പോൾ വീടിപ്പം നമുക്കിനിയും അപ്പുറത്തെ സൈഡും കവർ ചെയ്യണം, വിൻഡോസ് ഇടണം, ഡോർ വെക്കണം, റൂഫിംഗ് ഒക്കെ കംപ്ലീറ്റ് ചെയ്യണം. അപ്പോൾ ബാക്കി എക്സ്ട്രാ കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ ഞാൻ അതൊക്കെ ഫുൾ ഫ്ലോറൊക്കെ ഇട്ട് റൂഫിംഗ് ഒക്കെ ചെയ്തൊക്കെ വേണം. ഇപ്പോൾ ഇത്രയും വീതിയൊക്കെ ഉണ്ട്, അവിടെ പല ഡിവിഷനൊക്കെ കൊണ്ടുവരണം. അതിപ്പോൾ എങ്ങനെയാണെന്ന് നമുക്ക് കണ്ടറിയാം. മുമ്പ് പറഞ്ഞ കാര്യങ്ങളൊന്നും മറക്കണ്ട, അതനുസരിച്ച് അങ്ങനെ ചെയ്താൽ മതി. പിന്നെ ഇപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക. ചാനൽ ഇപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക. ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ബാക്കി പണി നമുക്ക് ഓഫ്ലൈനിൽ ചെയ്യുമ്പോൾ അതായത് നമുക്ക് കാണാം. 2000 years later.
വോയിസ് നമ്മുടെ വീഡിയോ പണി കംപ്ലീറ്റ് ആയി. ഇപ്പം ഞാൻ ഇച്ചിരി മാറ്റം വരുത്തി. ഞാൻ ലേഔട്ടിൽ നിന്ന് ഇച്ചിരി വെളി പറയുന്നത് നമ്മുടെ വോൾസൊക്കെ ലേഔട്ടിൽ വെച്ചിട്ട് സ്റ്റോൺ ബ്രിക്ക് മാത്രം ഇച്ചിരി ഔട്ടായിട്ട് വെച്ച് പിന്നെ വിൻഡോസൊക്കെ പണിത്. അപ്പോൾ ഞാൻ കുറച്ച് ഡിസൈൻസ് ആയിട്ട് ഇച്ചിരി ഡിസൈൻ മറ്റേ ഷെൽഫൊക്കെ വെച്ച് ഡിസൈൻ ചെയ്ത് നമ്മൾ ഡോറും കാണുന്നുണ്ടോ. അപ്പോൾ ഞാൻ ഡോറും അങ്ങനെയൊക്കെ വെച്ചിട്ട് ഷെൽഫ് വെച്ച് അങ്ങ് ഡിസൈൻ കൊടുത്ത് നിങ്ങൾക്ക് നല്ല ക്ലാസ്സി ആയിട്ടാണ് എനിക്ക് കണ്ടിട്ട്. അപ്പോൾ ഞാൻ മറ്റേ വിൻഡോസൊക്കെ വെച്ചപ്പോൾ ചുമ്മാ ഞാൻ ഈ ട്രാപ്പ് ഡോറും ഷെൽഫൊക്കെ വെച്ചാണ് ചെയ്തത്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇപ്പോൾ ഇഷ്ടപ്പെടുന്നത് ലൈക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക, ചാനൽ പോയി സബ്സ്ക്രൈബ്, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. അപ്പോൾ വീണ്ടും അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ ബൈ.